പ്രിയപ്പെട്ടവരെ, രാവിലെ തന്നെ എണീറ്റാൽ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യുന്നത് എന്താ? നമ്മുടെ വായ വൃത്തിയാക്കലാണ്, മൗത്ത് വാഷാണ്. അതിന് വിവിധ തരത്തിലുള്ള പേസ്റ്റുകൾ നമ്മൾ ഉപയോഗിക്കും. വില കൂടിയത് ഉപയോഗിക്കും, വില കുറഞ്ഞത് ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ പേസ്റ്റ് ഉപയോഗിക്കുന്നവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. ശ്രദ്ധിക്കാത്ത ആളുകൾക്ക് പേസ്റ്റ് ഉപയോഗം മാത്രം മതി അവർക്കും അവരുടെ മക്കൾക്കും താമസിയാതെ രോഗക്കിടക്കയിൽ പോയി കിടക്കാൻ. ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇച്ചിരി അശ്രദ്ധമായാൽ. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഏത് പേസ്റ്റാണ് നല്ലത്? പേസ്റ്റിൽ എന്തൊക്കെയാണ് പ്രശ്നമുള്ളത്? അത് എത്ര അളവാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. അൻവാറെ ഫജറിൻ്റെ ക്ലാസ് കേൾക്കുന്ന കുടുംബം, കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, കൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരോഗ്യത്തിൻ്റെ, നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ സന്തോഷമാണ്, പ്രധാനപ്പെട്ടൊരു ഘടകമാണ് നമ്മുടെ പല്ലുകൾ എന്ന് പറയുന്നത്. പല്ലുകൾ ആരോഗ്യകരമായി നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ലാഭമാണ്. എന്തെങ്കിലും വേദനയോ ചെറിയൊരു പോട് വന്നു, അല്ലെങ്കിൽ പല്ലിന് ചെറിയൊരു പ്രയാസം വരുമ്പോഴാണ് അതിൻ്റെ മൂല്യം, ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന നേട്ടത്തിൻ്റെ ഗുണം നമുക്ക് മനസ്സിലാകുന്നത്. പല്ലുകളുടെ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമായി വളരെ റിലേറ്റഡായ ഒരു ടോപ്പിക്കാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെന്താ? ഇന്ന് സർവ്വസാധാരണമായി നമ്മളൊക്കെ വായ വൃത്തിയാക്കാൻ, ബാഡ് സ്മെല്ല് മാറാൻ ഉപയോഗിക്കുന്ന ദൈനംദിനം, ഒരുപക്ഷെ പ്രഭാതത്തിൽ ആദ്യത്തെ നമ്മളുടെ പ്രവർത്തനം തന്നെ ബ്രഷിംഗ് ആവും. അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കുന്ന ഒരു സംഗതിയാണ് പേസ്റ്റ്. പേസ്റ്റ് ഉപയോഗിക്കാൻ നമ്മൾ ആരും പല്ല് തേക്കാറില്ല. ഏത് പേസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ പേസ്റ്റിന് പ്രത്യേകിച്ച് ഗുണദോഷങ്ങളുണ്ടോ, ഒന്നും അന്വേഷിക്കാറില്ല. നമ്മൾ സർവ്വസാധാരണമായി അങ്ങനെ തുടർന്നു പോരുന്നൊരു സമ്പ്രദായമാണ് പേസ്റ്റിൻ്റെ ഉപയോഗം. പലപ്പോഴും പേസ്റ്റിൻ്റെ ഉപയോഗം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അത് യൂസ് ചെയ്യുന്ന നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ ഒരു കണ്ണ് കൊടുത്തില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ, താമസിയാതെ രോഗക്കിടക്കയിൽ പോയി കിടക്കേണ്ടി വരും. കുട്ടികൾക്കൊക്കെ മാരകമായ ഗൗരവമുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായ പഠനങ്ങളാണ്. എൻ്റെ വകയായിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവർ, എന്തൊക്കെയാണ് പേസ്റ്റിലൂടെ നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, പ്രശ്നങ്ങൾ. എന്താ പ്രശ്നം? എങ്ങനെയാണ് പ്രശ്നം ഉണ്ടാവുക? പലപ്പോഴും പേസ്റ്റിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ചില കെമിക്കലുകൾ, അതിൻ്റെ റിയാക്ഷൻ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും നടക്കും. നമ്മളിതെന്താണ് കാരണം, എന്താണ് ഇതിൻ്റെ പ്രശ്നം, അതൊന്നും മനസ്സിലാക്കുന്നില്ല. രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോവുക, മെഡിസിൻ കഴിക്കുക, അതിൻ്റെ ഗുണദോഷങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം നമ്മൾ ഡെയിലി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന പേസ്റ്റാണ്, അല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിലെ വ്യത്യാസമാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നതെന്ന്. പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഒരു പദാർത്ഥം, ആ പദാർത്ഥം യഥാർത്ഥത്തിൽ അതിൻ്റെ അളവ്, കൂടുതൽ അളവായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരംശം ഉള്ളിലേക്ക് ഇറങ്ങും. അതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഒരു അംശം നമ്മൾ അറിയാതെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മുടെ നിലവിലുള്ള പല്ലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. പല്ലിൻ്റെ ആരോഗ്യം നിലനിൽക്കാനും നമ്മുടെ മൗത്ത് ഒരു സ്മെല്ലൊക്കെ നല്ല ബാഡ് സ്മെല്ല് മാറിയിട്ട് നന്നാകാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഒരു ഫ്ലൂറൈഡിൻ്റെ അംശങ്ങൾ ഉള്ളിലേക്ക് കടക്കുന്നതോറും എന്തുണ്ടാകുന്നതെന്നറിയോ? ഉണ്ടാകുന്നത് നമ്മുടെ പല്ലിന് വെളുത്ത പാടുകൾ വരാൻ കാരണമാകും. മാത്രമല്ല, കുട്ടികളിൽ ഇത് വലിയ പ്രയാസങ്ങൾ, ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടാക്കും. കുട്ടികളൊക്കെ പല്ല് തേക്കുമ്പോൾ പലപ്പോഴും അവർക്കറിഞ്ഞുകൂടാ, കുഞ്ഞുമക്കളാണ്, അവർ തന്നെയാണത് യൂസ് ചെയ്യുന്നത്, എടുക്കുന്നത് അവരാണ്, തേക്കുന്നവരാണ്, വായി കഴുകുന്നവരാണ്. കുറച്ച് മുതിർന്നതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല. തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇതിൻ്റെ ഗൗരവം അറിയാത്തത് കൊണ്ട്, മുതിർന്ന നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ഇതിൻ്റെ അംശങ്ങൾ ഉള്ളിലേക്ക് ഇച്ചിരി ഇറങ്ങിയാലുള്ള പ്രശ്നം എന്താണ്, ഗൗരവമുള്ള വിഷയമാണ്. കുട്ടികൾക്കത് വലിയ പ്രയാസങ്ങളുണ്ടാക്കും. പേസ്റ്റിൽ പല്ലിനെ വെളുപ്പിക്കാൻ വേണ്ടി ചേർത്തിരിക്കുന്ന, ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന പരുപരുത്ത ചില വസ്തുക്കൾ, ആ വസ്തുക്കൾ നമ്മൾ നന്നായിട്ട് ബ്രഷ് ചെയ്തങ്ങോട്ട് വിടുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇനാമിൽ, സംരക്ഷണ കവചത്തിന് പ്രശ്നം വരും. ഇത് പേസ്റ്റിലൂടെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നത്തെക്കുറിച്ചായി പറയുന്നത്. അത് നമ്മുടെ
പല്ല് കേടാകാനും പല്ലിന് പുളിപ്പ് സംഭവിക്കാനും കാരണമാകും. പല്ല് പുളിപ്പ് വരിക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ പല്ലിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ്. ഈ ഒരവസ്ഥ പല്ലിനെ വെളുപ്പിക്കാൻ വേണ്ടി ചേർക്കുന്ന ചില പദാർത്ഥങ്ങൾ അവിടെ കാരണമാകും പേസ്റ്റിലൂടെ. ശ്രദ്ധിക്കേണ്ട വിഷയമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ? പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ എത്ര വേണം, നിർബന്ധ സാഹചര്യത്തിൽ എത്ര ഉപയോഗിക്കാൻ പറ്റുള്ളൂ എത്ര ഉപയോഗിക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിയാതെ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന സോപ്പിൻ്റെ അംശമാണ്. സോപ്പിൻ്റെ അംശം നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല. അതായത് SLS എന്ന് പറയുന്ന സോഡിയം ലോറിൻ സൾഫേറ്റ്, ആ ഒരു കണ്ടൻറ്റ് പതയാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് നല്ല പതങ്ങട് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന കണ്ടൻറ്റാണ് ഈ SLS എന്ന് പറയുന്ന ഈ ഒരു കണ്ടൻറ്റ്. കാരണമായി ശ്രദ്ധിക്കാതെ പോയാൽ അത് മൗത്ത് അൾസറിന് കാരണമാകും. നമ്മുടെ വായിലിങ്ങനെ മുറിവുണ്ടാകാൻ, വായ്പുണ്ണൊക്കെ ഉണ്ടാകാൻ ഒരു കാരണമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഡ്രൈ ആകും നമ്മുടെ മൗത്ത്, നമ്മുടെ വായ ഉണങ്ങിപ്പോകും, ഉമിനീര് വറ്റിപ്പോകുന്ന അവസ്ഥ. ബ്രഷ് ചെയ്യുമ്പോൾ നന്നായിട്ടൊക്കെ പതപ്പിച്ച് നല്ല ഭംഗിയാക്കിയിട്ട് നല്ല സ്മെല്ലുണ്ടാകും, ഒക്കെ റാഹത്താണ്, ഓക്കെയാണ്. പക്ഷേ പിന്നീട് ഫ്യൂച്ചർ ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഈ ഒരു SLSൻ്റെ കണ്ടൻറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നം ഉമിനീര് വറ്റിപ്പോകുക, ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. അത് ഭീമമായ പ്രശ്നമാണ്. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റും ഭക്ഷണത്തിൻ്റെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിലും ഉമിനീരും മസ്റ്റാണ്. ഉമിനീര് ഭയങ്കര വാല്യുള്ള സംഗതിയാണ്. ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റങ്ങൾ വരും. അത് ഗൗരവമുള്ള വിഷയമാണ്. അതുണ്ടാകുന്നുണ്ട്, ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണ്ടാകും. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് ട്രീക്ലോസൻ അടങ്ങിയിരിക്കുന്ന പേസ്റ്റ്. ഇപ്പോൾ പ്രമുഖ ബ്രാൻഡ് കമ്പനികൾ അത് ആഡ് ചെയ്യുന്നില്ല എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അഅലം, നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായിരുന്നാലും അത്തരം കണ്ടന്റുകളുടെ സാഹചര്യം കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അത് ശരീരത്തിലേക്ക് അതിൻ്റെ അംശം എത്തിയാൽ ഹോർമോൺ ഇംബാലൻസ് ആവും, ഹോർമോൺ വ്യതിയാനങ്ങളുണ്ടാവും, വലിയ പ്രശ്നങ്ങളുണ്ടാകും. അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അത് തകരാറിലാകും. ഇമ്മ്യൂണിറ്റി കുറയും, പ്രതിരോധ ശേഷി കുറയും, പെട്ടെന്ന് രോഗങ്ങൾ ഉണ്ടാകാൻ ഇത് കാരണമാകും. നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല, നമുക്ക് ഈ സംഗതിയെ അറിഞ്ഞുകൂടാ. അതേപോലെ തന്നെ ഗുണകരമായ അത്യാവശ്യം വേണ്ട നമ്മുടെ വായിലെ ബാക്ടീരിയകളുണ്ട്, അത് നിർബന്ധമായിട്ട് വേണ്ടതാണത്, അത് നശിച്ചു പോകാൻ കാരണമാകും. അത് മുഖേന വായുനാറ്റുണ്ടാകും. നമ്മൾ അപ്പോൾ മൗത്ത് ഭയങ്കരമായ നല്ല സ്മെല്ലുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് ആ ബ്രഷ് ചെയ്യുന്ന സമയത്ത് തോന്നി, പേസ്റ്റിൻ്റെ ആ പവറുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞാലോ വായുനാറ്റം എന്ന് പറയുന്ന പ്രയാസം ഉണ്ടാകും. കാരണം നല്ല ബാക്ടീരിയകൾ നശിച്ചു പോകുന്ന അവസ്ഥയുണ്ട് ഇതിൻ്റെ കെമിക്കൽസ് കൊണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു കണ്ടൻറ്റൊക്കെ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. അതേപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റൊരു കാര്യം, അകാല വാർദ്ധക്യം. പ്രായമാകുന്നതിന് മുമ്പ് തന്നെ വയസ്സനാകും, പ്രായമാകുന്നതിന് മുമ്പ് തന്നെ വയസ്സിയാകും. വാർദ്ധക്യത്തിൻ്റെ അടയാളം വയസ്സായി എന്ന് തോന്നുന്ന ഒരു സിസ്റ്റത്തിലേക്ക് വരും. പേസ്റ്റിലൂടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തീർച്ചയായിട്ടും വരും. ചില ആളുകൾക്ക് പിന്നെ ഈ വയറിളക്കത്തിൻ്റെ പ്രയാസങ്ങൾ പോലും ഇതുകൊണ്ടുണ്ടാകുന്നുണ്ട്. ആലോചിച്ച് നോക്കി, എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇതിലൂടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ വരുന്നത്. ഇതിനകത്ത് വരുന്ന ചില കണ്ടന്റുകൾ നമ്മുടെ കുടൽ സംബന്ധമായ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കും അത്രേ. അതിൽ ടൈറ്റാനിസം ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ്, അത് കുടലിന് പ്രയാസമുണ്ടാക്കുന്നതാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ബോധപൂർവം കൈകാര്യം ചെയ്യണം. നമ്മൾ രാവിലെ എണീറ്റിട്ട് കുറച്ച് പേസ്റ്റ് അങ്ങെടുത്തിട്ട് പല്ല് തേക്കുന്ന ഒരു സർവ്വസാധാരണ ശ്രദ്ധയില്ലാത്ത പതിവ് ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ശ്രദ്ധ അവിടെ കൊടുക്കണം. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം കെമിക്കലുകൾ ആഡ് ചെയ്യപ്പെടാത്ത നല്ല നാടൻ നിലക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വസ്തുക്കൾ, അതിന് പറ്റിയ എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആഡ് ചെയ്യപ്പെട്ട ഈ തരത്തിലുള്ള നാടനാണെന്ന് പറഞ്ഞ സംഗതികൾ ഉണ്ടായേക്കാം. നമ്മൾ കഴിവിൻ്റെ പരമാവധി ഇത്തരം പേസ്റ്റായി അല്ലെങ്കിൽ ടൂത്ത് പൗഡറായി ഉപയോഗിക്കുന്ന സംഗതി പരമാവധി കെമിക്കൽ ഫ്രീ ആയിരിക്കണം. മാക്സിമം നമുക്ക് തന്നെ ഒരു പക്ഷേ അത് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ, വായിന് സുഗന്ധം ഉണ്ടാകുന്ന, എന്നാൽ പ്രശ്നങ്ങളില്ലാത്ത അതൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന തരത്തിലൊക്കെ പലപ്പോഴും കണ്ടേക്കാം. അത് നമുക്ക് ഗുണകരമായ രീതിയിൽ വായിന് നല്ല സ്മെല്ലുണ്ടാകുന്ന സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ആഡ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് അങ്ങനെ ആഡ് ചെയ്യപ്പെട്ട ചില ടൂത്ത് പൗഡറുകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും
നമ്മുടെ കഴിവിൻ്റെ പരമാവധി അതൊന്ന് ശ്രദ്ധിച്ചു കൊടുക്കുക. ഒരുപാട് കെമിക്കൽസുകൾ നമ്മൾ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കുക. പിന്നെ നിർബന്ധ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടി വന്നാൽ അതിൻ്റെ ക്വാണ്ടിറ്റി നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കണം. നമ്മൾ സാധാരണ പറയും, ഇപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ പരസ്യത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകുമല്ലോ, ആ ബ്രഷിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഇങ്ങനെ ഈ കട്ടിൽ ബെഡ് വിരിച്ചതുപോലെ അല്ലേ, ബ്രെഡിൽ ജാമ് തേക്കുന്ന പോലെ. ഒരിക്കലും പാടില്ല. അതൊക്കെ അത്യാവശ്യം ശ്രദ്ധിച്ചു തുടങ്ങി നമ്മുടെ ഈ ന്യൂജൻ. പക്ഷേ എന്താ സംഭവിക്കുന്നത്, ഒരു പയറുമണിയോളം എടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അതും തെറ്റാണ്. പയറുമണിയുടെ വലിപ്പത്തിൽ പോലും പേസ്റ്റ് എടുക്കാൻ പാടില്ല. നിർബന്ധ സാഹചര്യം പറയുന്നത്, വേറെ ഒന്നുമില്ലാത്ത സാഹചര്യം. എന്താ പിന്നെ അരിമണിയുടെ അത്ര എന്ന് പറഞ്ഞാൽ എടുത്തെന്ന് വെച്ചാൽ എടുത്തു, അത്രേ പാടുള്ളൂ, ജസ്റ്റേ പാടുള്ളൂ. പ്രത്യേകിച്ച് മക്കളുടെ കാര്യം ശ്രദ്ധിച്ചു കൊടുക്കണം. അവർ സ്വന്തമാണ് പേസ്റ്റ് എടുക്കുന്നത്, അളവ് നോക്കുന്നില്ല, നന്നായിട്ട് ഉരച്ച് പതപ്പിച്ച് അങ്ങനെ വൃത്തിയാക്കുന്നൊരവസ്ഥ. നിർബന്ധമായിട്ടൊരു കണ്ണ് വേണം, നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. അപ്പോൾ ഒന്ന്, അതിൻ്റെ ക്വാണ്ടിറ്റി നിർബന്ധമാണ്. ഒരു അരിമണിയേക്കാൾ കൂടുതൽ വരാൻ പാടില്ല. അത് പിന്നെ തേക്കണമല്ലോ, ഉപയോഗിക്കണമല്ലോ, സാഹചര്യം അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പറയാൻ അങ്ങനെ ഉപയോഗപ്പെടുത്താം നിർബന്ധ സാഹചര്യത്തിൽ. അതുതന്നെ അളവ് മാത്രം നോക്കിയാൽ പോരാ. ഈ ബ്രഷ് ചെയ്തതിന് ശേഷം വായ നന്നായിട്ട് ശുദ്ധീകരിക്കണം, അതിൻ്റെ ഒരംശങ്ങളും. കാരണം പിന്നെ ഉമിനീരോട് കൂടെ അതിൻ്റെ അംശം ഇറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയണ്ട, അതിൻ്റെ അംശം ഇറങ്ങും. അതിനെന്ത് വേണം, മാക്സിമം നമ്മുടെ വായ ശുദ്ധീകരിക്കണം. വായ കൊപ്പിളിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, വായിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഗുളുഗുളുന്നാക്കിയിട്ടൊരു പരിപാടി. അതൊരു 5 സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് നേരം ആക്കിയിട്ട് ചുമ്മാ ഒന്ന് കുപ്പിളിച്ചിട്ട് പോകുന്ന അവസ്ഥ നമുക്കുണ്ട്, നമ്മുടെ മക്കൾക്കുണ്ട്. ഭീമമായ അബദ്ധം അതുകൊണ്ടുണ്ടാവും. ഇന്ന് വായ കൊപ്പിളിക്കുക എന്ന് പറയുന്ന പരിപാടി ഇല്ല. നിങ്ങൾ നോക്കിക്കോളൂ, വളരെ റയറാണ്. പഴയ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ്. വായ ഇങ്ങനെ നന്നായിട്ട് ഗുളുഗുളുന്നാക്കുക, നന്നായിട്ട് കൊപ്പിളിക്കണം. അത് എല്ലാ ഭാഗത്തും ഇതിൻ്റെ അംശങ്ങൾ പോയാൽ. ഭക്ഷണത്തിൻ്റെ വേസ്റ്റുകൾ അങ്ങനെ തന്നെയാണ്, അംശങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നന്നായിട്ട് ഗുളുഗുളു ആക്കിയാൽ, കൊപ്പിളിച്ചാൽ എല്ലാം ഫ്രഷാവും. അപ്പം മാക്സിമം അത് വൃത്തിയാക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു, ഉപയോഗിക്കേണ്ട നിർബന്ധ സാഹചര്യം, വേറെ ഒന്നും കിട്ടാനില്ലാത്ത സാഹചര്യം. അപ്പോൾ ക്വാണ്ടിറ്റി നോക്കണം, ശുദ്ധീകരിക്കുന്ന അവസ്ഥ നോക്കണം. മക്കളെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കണം. യഥാർത്ഥത്തിൽ ഈ പേസ്റ്റ് കൊണ്ട് നമ്മുടെ വീട്ടിലെ പല ശുദ്ധീകരണ പ്രക്രിയകളും നടക്കും. പേസ്റ്റ് യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വിചാരിച്ച ആകെ പല്ലിൽ തേക്കാനും ബ്രഷ് ചെയ്യാനും മാത്രമുള്ളതെന്നാണ്. അല്ല, നമുക്ക് ശാരീരികമായ ഒരു പ്രശ്നമില്ലാത്ത, അതിൻ്റെ കെമിക്കൽ നമുക്ക് പ്രശ്നമുണ്ടാക്കാത്ത ഒരുപാട് യൂസിങ് പേസ്റ്റ് കൊണ്ട് പറ്റും. അത്ഭുതകരമായ യൂസിങ് നമുക്ക് ഒരു ചെറിയ പൊടിക്കൈയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് നോക്കാം, നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ സഹോദരിമാരുടെയൊക്കെ വെള്ളിക്കുലുസുകൾ ഉണ്ടാകുമല്ലോ. വെള്ളിക്കുലുസ്, നമ്മുടെ കുട്ടികളുടെ വെള്ളി അരഞ്ഞാണം, അതേപോലെ തന്നെ വെള്ളി മോതിരം, വെള്ളി ആഭരണങ്ങൾ, അതൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ ബ്ലാക്ക്, ഒരു കറുപ്പ് ഷെയ്ഡ് വരും. അല്ലെങ്കിൽ അത് അഴുക്കിൻ്റെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഷെയ്ഡ് മാറും. അത് പേസ്റ്റ് ഒരല്പം എടുത്തിട്ട് നന്നായിട്ട് ബ്രഷ് കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ, നമ്മൾ ഈ വായിൽ പിടിക്കുന്ന ബലത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒന്നും പ്രയാസമില്ല, അത്രയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കൊടുത്താൽ മതി. അക്കൂട്ടത്തിൽ ഒരു കാര്യം സാന്ദർഭികമായി പറയാം, ബ്രഷ് ഒരു കാരണവശാലും നമ്മൾ ഹാർഡ് ബ്രഷ് ഉപയോഗിക്കരുത്. വില കൂടിയാലും സോഫ്റ്റ് ബ്രഷ് ചോദിച്ചു വാങ്ങണം. അത് തന്നെ നിർബന്ധമായിട്ട് 3 മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കരുത്. 1 മാസം എന്ന് പറയാനാണ് എൻ്റെ ഇഷ്ടം. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ 3 കൂട്ടുന്നത്. നിർബന്ധമായിട്ടും ബ്രഷൊക്കെ ഇങ്ങനെ തേഞ്ഞിട്ട്, ഈ എന്താ പറയുക, ഇപ്പോഴത്തെ ചില കുട്ടികളുടെ മുടി പോലെ ഒരു ഭാഗം ചിരണ്ടി എടുത്തിട്ട് ഇങ്ങനെയുള്ള ചകിരിനാര് അവിടെ ഇവിടെ മുറിച്ച പോലെയുള്ള അവസ്ഥ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിതാപകരം. ഒരിക്കലും ഉണ്ടാകരുത്. 3 മാസം അതിൻ്റെ ലൈഫിൻ്റെ ലാസ്റ്റാണ്, എൻഡിങ് ആണ്, മരിച്ചു. പിന്നെ അത് പരമാവധി മാറ്റാൻ വേണ്ടി അത് സോഫ്റ്റ് ചോദിച്ചു വാങ്ങണം. ഒരിക്കലും ഹാർഡ് ബ്രഷ് ഉപയോഗിക്കരുത്. വലിയ വില കൊടുക്കേണ്ടി വരും. കൊച്ചുനാളിലെ കുട്ടികൾക്ക് അത് ശീലിപ്പിച്ചു കൊടുക്കുക. ക്യാഷ് അവിടെ നോക്കരുത്, പല്ല് നമ്മുടെയാണ്. ബ്രഷ് നമ്മൾ കടക്കാരൻ്റെ ആയിരിക്കാം, ഷോപ്പ് ഉടമസ്ഥൻ്റെ ആയിരിക്കാം, പല്ല് നമ്മുടെയാണ്. നോക്കിയും കണ്ടാൽ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. പിന്നെയോ സോഫ്റ്റ് ആണെങ്കിലും ഒന്ന് അമർത്തി തേച്ചെങ്കിലേ നമുക്ക് റാഹത്ത് വരുള്ളൂ. ആ ശൈലി വേണ്ട. പല്ലിൻ്റെ ഇനാമിൽ കോട്ടിങ് നഷ്ടപ്പെടും. പിന്നെ പല്ല് ഒന്നിനും കൊള്ളൂല, കാണാൻ പോലും കൊള്ളൂലാണ്ട് വരും. പ്രസ് ചെയ്യരുത്. ഇവിടെ നമ്മൾ പറഞ്ഞത് വെള്ളി ആഭരണങ്ങൾ നല്ല വൃത്തിയാക്കാൻ വേണ്ടി പേസ്റ്റ് ഉപയോഗിച്ച് ഒന്ന് നന്നായിട്ട് ഉരച്ചു കൊടുത്താൽ പുതിയ ആഭരണങ്ങൾ പോലെയാകും. അതിനുവേണ്ടി ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമ്മുടെ മൊബൈല്, അതേപോലെ സ്മാർട്ട് വാച്ചുകളൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ സ്ക്രീനിൽ വരുന്ന ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഉണ്ടാവും, ചെറിയ തോതിലുള്ള. ആ സ്ക്രാച്ചുകൾ മാറാൻ വേണ്ടി ഒരു കോട്ടൺ തുണി എടുത്തിട്ട് ഒരല്പം പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ആ സ്ക്രാച്ചുള്ള ഭാഗത്ത് വട്ടത്തിൽ നമ്മൾ കറക്കി കൊടുക്കുക. പതുക്കെ, ഒരുപാട് ബലം പ്രയോഗിക്കേണ്ട, പതുക്കെ റൗണ്ടിലിങ്ങനെ ആ തുണിയൊന്ന്, പേസ്റ്റുള്ള ഭാഗം ഒന്ന് ഇങ്ങനെ വട്ടത്തിൽ നമ്മൾ കറക്കി കൊടുക്കുക.
എന്നിട്ട് ശേഷം അല്പം നനവുള്ള കോട്ടൺ തുണി വെച്ചാണ് തുടച്ച് കളയുക. വൃത്തിയാകും അത്. അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും ഇത്. മാത്രമല്ല ഇത് കയ്യിനെ ശുദ്ധീകരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അതായത് മീൻ നന്നാക്കി, സഹോദരിമാർ ഫിഷൊക്കെ നന്നാക്കി ഡ്രസ്സ് ചെയ്തു, അതേപോലെ പിന്നെ വെളുത്തുള്ളിയൊക്കെ നന്നാക്കി കയ്യിനൊരു സ്മെല്ലുണ്ടാകുമല്ലോ, ആ സ്മെല്ലിന് സോപ്പ് തേച്ചാൽ പോലും പോകാത്ത ആ പ്രയാസങ്ങൾ ഒരല്പം പേസ്റ്റ് തേച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഉരച്ച് ശുദ്ധീകരിച്ചാൽ നല്ല വൃത്തിയാവും. നന്നായിട്ട് കഴുകിക്കളയണം, അതിൻ്റെ അംശങ്ങൾ കയ്യിലിരിക്കാൻ പാടില്ല, ഒക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അതേപോലെ നാലാമത്തെ ഒരു ടെക്നിക്കാണ് നമ്മുടെ അയൺ ബോക്സ് ഉണ്ടല്ലോ, ഇസ്തിരിപ്പെട്ടി. അത് പല വീട്ടിലും പിന്നെ കുട്ടികളോ മുതിർന്നവരോ ശ്രദ്ധിക്കാതെ തേച്ചിട്ട് അതിൻ്റെ ചില വസ്ത്രങ്ങൾ കരിഞ്ഞു പിടിച്ചിട്ട് അതിൻ്റെ ഭാഗത്തിങ്ങനെ മറ്റു വസ്ത്രങ്ങൾ പിടിച്ചതിൻ്റെ അടയാളം ഉണ്ടാവും. ആ അടയാളം പോകാൻ വേണ്ടി തണുത്തിരിക്കുന്ന, അതായത് ചൂടാറിയിരിക്കുന്ന ഇസ്തിരിപ്പെട്ടി അയൺ ബോക്സ് അതിലേക്ക് പേസ്റ്റ് തേച്ചിട്ട് നമ്മൾ കോട്ടൺ തുണി കൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് തുടച്ചു കൊടുത്താൽ അതൊക്കെ ക്ലിയറായിട്ട് നേരത്തെ കരിഞ്ഞു പിടിച്ചിരിക്കുന്ന എല്ലാ അംശങ്ങളും മാറി നല്ല ക്ലീനാകും. അത് ഉപയോഗിക്കാം. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യമാണ് നമ്മുടെ വാഷിംഗ് ബേസിനിലൊക്കെ ഉണ്ടാകുന്ന ടാപ്പ് ഉണ്ടല്ലോ, അതായത് സ്റ്റീലിൻ്റെ ടാപ്പ്, അതൊക്കെ ഇങ്ങനെ കളർ മാറിയിട്ടുണ്ടാകും. അതിലേക്ക് ഒരല്പം പേസ്റ്റ് വെച്ചിട്ട് നല്ല സ്പോഞ്ച് കൊണ്ട് തുടച്ചു കൊടുത്താൽ പുതിയ ടാപ്പ് പോലെ, അതൊക്കെ വൃത്തിയാക്കാൻ എളുപ്പമാണ്. ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ഉപയോഗങ്ങൾ വേറെ കുറേ ഉണ്ട്, അത് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ കാറിൽ വാഹനത്തിലാകുന്ന ചെറിയ സ്ക്രാച്ച്, ഓവറല്ല ചെറിയ സ്ക്രാച്ച്, കുഴപ്പമില്ലാതെ ഒരല്പം പേസ്റ്റ് തേച്ചിട്ട് നമ്മൾ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ പതുക്കെ വളരെ സ്മൂത്തായിട്ട് അത് സ്ക്രാച്ച് പോകുന്നത് കാണാം. അങ്ങനെ ഒരുപാട് അഴുക്കുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശുദ്ധീകരിക്കാൻ പറ്റുന്ന അത്രയേറെ വീര്യമുള്ള സംഗതിയാണ് ഈ പേസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ഈ ജെല്ല് പോലുള്ളതല്ല, ഈ പിന്നെ വെളുത്ത പേസ്റ്റ് ഉണ്ടല്ലോ, വെളുത്ത ആ ഒരു കളറിലൊക്കെ വരുന്ന, അതാണ് ഈ പറയുന്ന നമ്മൾ ഈ പൊടിക്കൈ പറഞ്ഞ 5 ശുദ്ധീകരണങ്ങൾക്കും ഏറ്റവും നല്ലത് എന്നുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിർബന്ധമായും ഇതിൻ്റെ അകത്തുള്ള കെമിക്കൽ കണ്ടൻറ്റുകൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. തീരെ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, എപ്പോഴും നമുക്ക് കെമിക്കൽ ഫ്രീ കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചു കൊടുക്കുക. നിർബന്ധ സാഹചര്യത്തിൽ നമ്മളും നമ്മുടെ മക്കളും ഒരു അരിമണിയോളം ജസ്റ്റ് ഒന്നാക്കുക, എന്നിട്ട് അവസാനം നമ്മുടെ വായ ശക്തമായിട്ട് കൊപ്പിളിച്ച് അതിൻ്റെ അംശങ്ങൾ കളയണം, ശ്രദ്ധിച്ചു കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമുക്ക് അല്ലാഹു നൽകിയ ആരോഗ്യം നമ്മളായിട്ട് നശിപ്പിക്കാത്ത അവസ്ഥ അല്ലാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ, വിജയത്തിലും സലാമത്തിലും ആക്കട്ടെ. വാഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله